അപ്പോൾ നമ്മൾ കാണാൻ പോണത് ഡേ 1 ടു ഡേ 5 വരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടിപ്പ് ക്രീമിൻ്റെ റിസൾട്ടാട്ടോ. അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. 5 ദിവസം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായി ലിപ് കെയറിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ലിപ് കെയറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മസ്റ്റായിട്ട് യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നിലാസെറപ്സിൻ്റെ ലിപ് ഓയിലും അതുപോലെ തന്നെ ലിപ് ബാമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രിയും രാവിലെ അധികം ഉപയോഗിക്കാൻ പറ്റില്ല. രാത്രി മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾക്ക് പാറുട്ടി ഉള്ളതുകൊണ്ട് പാറുട്ടീനെ ഇങ്ങനെ ഉമ്മ വയ്ക്കുമ്പോഴും എപ്പോഴും എടുത്ത് നമ്മളിങ്ങനെ കൊഞ്ചിക്കുമ്പോഴൊക്കെ നമ്മൾ ഉമ്മ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവളെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ മുഖട്ടിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ് ബാമൊക്കെ അവളുടെ മേത്താവുന്നുണ്ട്. മേത്തായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എന്നാലും മേത്താവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആവുന്ന സംഭവം കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുണ്ടുമ്പത്തെ ലിപ് ബാം പോകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അതിപ്പോൾ പകലാണെങ്കിൽ രാത്രിയിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയം വരെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്സ് നല്ലൊരു പ്ലം ആയിട്ട് നല്ല കളറായിട്ടൊക്കെ ഇരിക്കും. അതായത് നമുക്കിങ്ങനെ ഡാർക്ക്, അതായത് ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടി സ്ഥിരം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലിപ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഡാർക്കായി പോകുന്നു, അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി എനിക്ക് കുറച്ചൊന്ന് ഡ്രൈനെസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിപ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഒരു 5 ഡേയ്സ് നമുക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമെന്ന്, അതായത് ലിപ്സിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ലിപ് കെയറിൻ്റെ ഒരു 5 ഡേയ്സ് ചലഞ്ചാണ്. ഞാൻ നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്, ലിപ് പാക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും, നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. ഇതുപോലുള്ള അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉള്ളവർ, അതുപോലെ ഭയങ്കരമായിട്ട് ലിപ്സ് ഡാർക്കായി പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണതും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ലിപ്സ് നന്നായിട്ട് കറുത്തു പോകുന്നു, അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്, ആ ഒരു മുകളിലത്തെ ലിപ്സ് ആയിരിക്കും കൂടുതൽ നമുക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്തായാലും നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് 5 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 5 ദിവസം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഡേ 1, ഡേ 2, ഡേ 3 ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്സിലേക്ക് നോക്കുമ്പോൾ ആകെ ഒരു ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ ലിപ്സൊക്കെ ഒരു ഡ്രൈ ആയ മാതിരി ഫീൽ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ അധികം ലിപ് കെയർ ചെയ്യാൻ പറ്റണില്ലല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡേ 1 ആണ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചേക്കായിരുന്നു. കാരണം 5 ദിവസം വന്നിട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ തന്നെ അത് കുറച്ച് നേരം വെച്ച് അങ്ങനെ റിമൂവ് ചെയ്ത് അങ്ങനെ തന്നെ കാണിക്കാന്നുള്ള പ്ലാനിൽ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലിപ്സിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കൈമും കാലുമൊന്നും നമുക്ക് ആവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് കൈമും കാലുമൊന്നും അപ്ലൈ ചെയ്തത് ഇരിക്കില്ല, ലിപ്സിൽ മാത്രം നല്ലൊരു തിക്ക് ക്രീമാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ലിപ്സ്റ്റിക്ക് കിട്ടാൻ മാതിരി നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 5-10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. അതായത് റിമൂവ് ചെയ്യുമ്പോൾ വെറുതെ കഴുകാതെ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ തുടച്ചെടുക്കുക. അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുകൾ ചുണ്ടിലെയും താഴെ ചുണ്ടിലൊക്കെ ആ ഒരു കളർ നന്നായിട്ട് മാറി നമുക്ക് ആ ഒരു ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് 5 ദിവസം ചെയ്തിട്ട് റിസൾട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ലിപ്സ് പെട്ടെന്ന് ലൈറ്റനായ മാതിരി ഫീൽ ചെയ്യും. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നല്ലൊരു ലിപ് ബാം കൂടി യൂസ് ചെയ്യണം കേട്ടോ, അത് മസ്റ്റാണ്. കാരണം ലിപ്സ് ചിലർക്ക് ഡ്രൈ ആവും, പക്ഷെ ഇത് അങ്ങനെ ഡ്രൈ ആക്കുന്നില്ലെങ്കിലും നമ്മളത് മസ്റ്റായിട്ട് ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ എന്തായാലും ഒരു 4 ദിവസം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കണ്ട. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീറ്റ്റൂട്ട് പൗഡറാണ് കേട്ടോ ആദ്യം വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രാൻഡ് വന്നിട്ട് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു റിസൾട്ട് കിട്ടുന്ന, പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പ്യൂറായിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ പൗഡറാണിത്. അതുപോലെ തന്നെ ഒരു സിപ്പ് ലോക്കിലേക്കാണ് വരുന്നത്. നമുക്ക് ഉള്ളിൽ സെക്യൂർ ആയിട്ട് വേറൊരു കവറിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ ആൽപ്സ് ഗുഡ്നെസ് പ്രത്യേക സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ബൈ 1 ഗെറ്റ് 1 സെയിൽ എന്ന് പറഞ്ഞിട്ട് 2 ഡേയ്സിലാണ് 48 hours. അപ്പോൾ നിങ്ങളുടെ മസ്റ്റ് ബൈ ആയിട്ടുള്ള നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ മേടിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ബൈ 1 ഗെറ്റ് 1 കിട്ടുന്നതല്ല. അപ്പോൾ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് മിസ് ചെയ്യാണ്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബീറ്റ്റൂട്ട് പൗഡർ ഏകദേശം 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഒരു 2 ഡേയ്സ് ഒക്കെ 3 ഡേയ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെഡിയാക്കിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിലർക്ക് കോഫി ഡാർക്ക് ആക്കും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ്
കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡർ സ്കിപ്പ് ചെയ്യാം. പക്ഷെ ജസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം. എനിക്ക് നല്ല വർക്കായി കോഫി പൗഡർ മിക്സ് ചെയ്തിട്ട്. ചിലർക്ക് ഡാർക്ക് ആക്കൂട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. കോഫി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബീട്രൂട്ട് പൗഡർ മാത്രം മതി. അതിലേക്ക് നമ്മൾ പ്യൂർ ആയിട്ടുള്ള ഹണി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ആഡ് ചെയ്താൽ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. ഈ ക്രീം റെഡിയാക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കണം, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പുറത്ത് തന്നെ വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡ്രൈ ആവും ഫ്രിഡ്ജിൽ വെച്ചാൽ. പുറത്ത് തന്നെ വെക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിലാണ്, നമുക്ക് സാധാരണ കോക്കനട്ട് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ആൽമണ്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആൽമണ്ട് ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒഴിക്കായിരിക്കും നല്ലത്. അടുത്ത ഇൻഗ്രീഡിയന്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ലെമൺ ഇല്ലേ, അതായത് നമ്മുടെ നാരങ്ങ, ചെറുനാരങ്ങ, അതിന്റെ ഒരു 3-4 തുള്ളി, അതായത് അധികമൊന്നും വേണ്ട, ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെമൺ അലർജിയാണ്, ലെമൺ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പം നമ്മുടെ ഓയിലും ബീട്രൂട്ട് പൗഡറും കോഫിയും അതുപോലെ തന്നെ ഹണിയും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോഫി പൗഡർ ഇല്ലെങ്കിലും ബീട്രൂട്ട് പൗഡറും തേനും അതുപോലെ തന്നെ ഓയിലും മതി കേട്ടോ. ഈ 3 കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം നല്ല പേസ്റ്റ് ആക്കി മിക്സ് ചെയ്യുക. അതായത് ഭയങ്കര കുറച്ച് തിക്കായിട്ടായിരിക്കേണ്ടത്, വല്ല ലൂസ് ആവരുത് കേട്ടോ. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓയിൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്സ് ആവുന്നില്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ഹണിയോ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഓയിലിനേക്കാൾ നല്ലത് ഹണി ആഡ് ചെയ്യുന്നതാണ്. അപ്പം നല്ലൊരു തിക്ക് ക്രീമായിട്ട് കിട്ടും. അത് നമ്മൾ എടുത്തിട്ട് കൈമേൽ അപ്ലൈ ചെയ്തത് കയ്യിൽ ഒട്ടി പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിൽ പിടിക്കാത്തതാണ്, ടൈപ്പാണ് കേട്ടോ. നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇരിക്കുള്ളൂ. കണ്ടില്ലേ, ഇതുമാതിരി ഇരിക്കും. സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൽ നമുക്ക് ആവില്ല കേട്ടോ, ലിപ്സിൽ മാത്രമേ ആവുള്ളൂ. ഇതാണ് നമ്മുടെ പേസ്റ്റ്. അപ്പം ഞാൻ 5 ദിവസം ട്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള പേസ്റ്റ് ആട്ടോ. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യം ഞാൻ റെഡിയാക്കിയിട്ട് ഉപയോഗിച്ചു 5 ദിവസം. എന്നിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അന്നാണ് ഇത് മിക്സ് റെഡിയാക്കിയത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡേ 2 നോക്കാം. ഡേ 2-ൽ നമുക്ക് അങ്ങനെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഇല്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ഞാൻ ലിബാമൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റനിങ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അതിന് ശേഷം ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കാം. നമ്മുടെ പാക്ക് എടുക്കുന്നു, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. നല്ല തിക്കായിട്ട് തന്നെ ഇടാൻ പറ്റുള്ളൂ. കാരണം ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല തിക്കാണ്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്യേണ്ടി വരും, എന്നാലാണ് നമ്മുടെ ലിപ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം വെക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പതുക്കനെ ഒന്നിങ്ങനെ തുടച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ലൊരു ലിബാം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ലിബാം മസ്റ്റാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ഇടാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഈ സാധനം ഇട്ടതിന് ശേഷം ലിബാം മസ്റ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേ 3 നോക്കാം. ഡേ 3-ൽ ഞാൻ പാർട്ടീനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചേട്ടനെന്തോ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അമ്മൂട്ടിയും പാർട്ടിയും കൂടിയിട്ടാണ് വന്നിട്ട് വീഡിയോ എടുത്ത്. അമ്മൂട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം എന്നെ കണ്ടപ്പോൾ പാർട്ടി ചിരിക്കട്ടെ, ഞാൻ വിളിച്ച് പേടിക്കുന്നതാണ്. പക്ഷെ അവൾ എന്നെ കാണുമ്പോൾ ആൾക്ക് ചിരിയാ വന്നൊരു കോമഡി ലുക്ക് ഉണ്ടാവും. വേണമെങ്കിൽ അമ്മ എന്തൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കണ്ടാവും. അവൾ ഭയങ്കര ചിരി. അതിന് ശേഷം ഞാൻ പിന്നെ പാർട്ടീനെ നമ്മുടെ അമ്മൂട്ടീൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് റിമൂവ് ചെയ്യുമ്പോൾ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം നമ്മൾ ക്ലോത്ത് ജസ്റ്റ് മുക്കിയിട്ട് അപ്ലൈ നനച്ചിട്ട് വേണം തുടച്ചു കൊടുക്കുക. എന്നിട്ട് ലിപ് ബാം ഇടാം. ഇത് ഡേ 4 ആണ്. ഡേ 4 ആകുമ്പോഴേക്കും നമുക്ക് ലിപ്സ് നല്ല പ്ലം ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പാക്ക് വീണ്ടും നമ്മൾ എടുത്തു, അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ലിപ്സിൽ കുറച്ച് നേരം വെച്ചു. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യണ മാതിരി ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നെടുത്ത് നനച്ച് തുടച്ചു. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആ ഒരു കുറച്ച് ലൈറ്റനിങ് കാണും. നമുക്ക് ഡേ 5 നോക്കാം. ഡേ 5-ലാണ് സൂപ്പർബായിട്ടുള്ള റിസൾട്ട് എനിക്ക് കാണാൻ പറ്റില്ല 5 ദിവസം യൂസ് ചെയ്യുമ്പോൾ. ഡേ 5-ൽ ഞാനൊരു ലിപ് ബാമോ അല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല, നേരെ വന്നിട്ട് ഇത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിപ്സ് കണ്ടില്ലേ, നല്ല വല്ലാണ്ട് തുടുത്തു ചുവന്നു എന്നല്ല പറയണേ, പക്ഷെ നമുക്ക് ആ ഒരു കറുപ്പൊക്കെ മാറി ഡൾനെസ് ഒക്കെ മാറി ലിപ്സ് നല്ല ഫ്രഷ് ആയ 5-ാമത്തെ ദിവസമാണ്. ഞാൻ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ ഇത് വെച്ചിട്ട് തുടച്ച് കാണിക്കേണ്ട ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാലും 5-ാമത്തെ ദിവസം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള 5-ാമത്തെ ദിവസം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നോർമലായിട്ട് നമ്മൾ ചെയ്ത മാതിരി തന്നെ അപ്ലൈ ചെയ്യുക. കുറച്ച് നേരം വെക്കുക, ഒരു 5-10 മിനിറ്റ് വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒരു ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടനോ നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പം 5 ദിവസത്തേക്ക് നമുക്ക് ഇത്രയും മതി ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഒരു നേരം എന്നും ഉപയോഗിക്കാം, കാരണം നമ്മുടെ ലിപ്സ് ലൈറ്റിനാവും ഉപയോഗിക്കും തോറും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ വീണ്ടും നോർമലായിട്ട് നമ്മൾ ചെയ്ത മാതിരി ഇത് ഒന്ന് 5 ദിവസം നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തത്. അപ്പോൾ അത് 5 ദിവസത്തെ റിസൾട്ടാണ് കാണുന്നത്. ഓരോ ദിവസം ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് നമ്മൾ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നേരെ ഒന്നിനും ചെയ്യാൻ നേരില്ലാത്തവർക്കൊക്കെ നല്ലൊരു പാക്കാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പല്ലേക്കണ നേരത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പം നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റായിട്ട്
നമ്മൾ ലിപ് ബാം കൂടി യൂസ് ചെയ്യാം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നല്ല സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളി കിടിലൻ റിസൾട്ടാണ് കിട്ടുക. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും വളരെ എളുപ്പം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ ഇതിന് വേണ്ടി അന്വേഷിച്ച് പോകുന്നു വേണ്ട. പിന്നെ അതുപോലെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒരു ബോക്സിലാക്കി ഞാനിവിടെ ഓൾറെഡി വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇത് ഫില്ല് ചെയ്ത് വെച്ചു. കാരണം കുറച്ചേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് മതിയല്ലോ. പക്ഷെ ഞാൻ ഒന്നുകൂടി ഫില്ല് ചെയ്ത് വെച്ചു. കാരണം എനിക്ക് എപ്പോഴും സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യണതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ഉണ്ണീനൊക്കെ എടുത്ത് നടക്കുന്ന സമയത്തൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും മതി അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് റിമൂവ് ചെയ്യുക. അപ്പൊ ഡെയിലി ചെയ്യണം. നമ്മൾ വളരെ കുറച്ച് സമയമല്ലേ നമ്മൾ ചുണ്ടിൽ വെക്കുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സമയം വെക്കുന്നവർക്ക് നമുക്ക് 1 തൊട്ട് ചെയ്താലും മതി. അപ്പൊ എന്റെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനും കൂടുതൽ വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നേരത്തിന്റെ പ്രശ്നവും പിന്നെ ഉണ്ണിയുള്ള കാരണമൊക്കെ ഉണ്ണിയുടെ മേത്തൊക്കെ ആവും നമ്മൾ എടുത്ത് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഉണ്ണി ഉറങ്ങുന്ന സമയമാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെക്കാൻ പറ്റും. അപ്പൊ ആ ഒരു അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയല്ലേ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ കുറെ നേരം വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ 1 ഡൗട്ടൊക്കെ മതി കേട്ടോ. അപ്പൊ നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ഓടുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ മുടങ്ങാണ്ട് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.